ഉപതെരഞ്ഞെടുപ്പിൽ VS ജോയ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. നേതാക്കൾ നടത്തിയ ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയ സർവേകളിൽ VS ജോയ് ഒന്നാമതാണ്. ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഇടയിലുള്ള സ്വാധീനം, ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുമായുള്ള നല്ല ബന്ധം, PV അൻവറിന്റെ പിന്തുണ തുടങ്ങിയവയും ജോയിക്ക് അനുകൂലമാണ്. PV അൻവറുമായി ആശയവിനിമയം നടത്തിയ ശേഷം പ്രഖ്യാപനമുണ്ടാകും. എന്നാൽ സ്ഥാനാർത്ഥി ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരസ്യമാക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല. നമുക്ക് ചെന്നിത്തലയുടെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. നിലമ്പൂരിൽ ഇലക്ഷൻ കമ്മീഷൻ അനൗൺസ് ചെയ്താൽ UDF റെഡിയാണ്. ഞങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തോട് സ്ഥാനാർത്ഥിയുടെ കാര്യം ഒന്നും തീരുമാനിച്ചിട്ടില്ല. AICC സമ്മേളനവും ദേശീയ വിഷയങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കേരളത്തിന്റെ കാര്യത്തിൽ ഒരു ചർച്ചയില്ല. നോബൽ മാരിക്കാരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, ആര്യാടൻ ഷൗക്കത്തോ VS ജോയി രണ്ട് പേരുകൾ മാത്രമായിരുന്നു കോൺഗ്രസിന്റെ പരിഗണനയിലുണ്ടായിരുന്നത്. സർവേയിൽ പ്രാധാന്യം നേടിയത് പ്രാമുഖ്യം ഇപ്പോൾ VS ജോയിക്കാണ്. പിന്തുണ കിട്ടിയത് VS ജോയിക്കാണെന്ന് മനസ്സിലാക്കുന്നു. VS ജോയി നിലവിൽ DCC പ്രസിഡന്റാണ്. അപ്പോൾ DCC പ്രസിഡന്റ് എന്ന നിലയിലുള്ള നല്ല പ്രവർത്തനം, സഖ്യകക്ഷികളുമായിട്ട് പ്രത്യേകിച്ച് ലീഗുമായിട്ടുള്ള നല്ല ബന്ധം, PV അൻവറിന്റെ ആശീർവാദം, ഇതെല്ലാം VS ജോയിക്ക് തുണയായി എന്ന് വേണമോ കരുതാൻ? നിലമ്പൂരിൽ VS ജോയ് UDF സ്ഥാനാർത്ഥിയാകും. അഹമ്മദാബാദ് അടക്കം ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ നേതാക്കൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. AP അനിൽകുമാർ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തുകയും ചെയ്തു. പ്രധാനമായും നിരവധി ഘടകങ്ങൾ VS ജോയ്ക്ക് അനുകൂലമായി എന്നാണ് പ്രധാന വിവരം പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ജനങ്ങളും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരുമായുള്ള ബന്ധം, അതോടൊപ്പം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുമായി തുടരുന്ന നല്ല സൌഹൃദം, PV അൻവറിന്റെ പിന്തുണ, അതിനെല്ലാം ഉപരി ഹൈക്കമാൻഡ് നടത്തിയ സർവേകളിൽ ഒന്നാം സ്ഥാനം VS ജോയിക്കാണ്. ഇതെല്ലാം അദ്ദേഹത്തിന് അനുകൂല ഘടകങ്ങളായി എന്ന വിവരം പുറത്തേക്ക് വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് VS ജോയ് തന്നെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകും എന്ന വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം PV അൻവറുമായി കൂടി കോൺഗ്രസ് പൂർത്തിയാക്കും. 15-ന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നാണ് കോൺഗ്രസ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ മുൻപ് പുതുപ്പള്ളിയിലും പാലക്കാടും അതോടൊപ്പം തൃക്കാക്കരയിലൊക്കെ ചെയ്ത പോലെ തന്നെ എത്രയും വേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ആദ്യഘട്ടത്തിൽ തന്നെ മേൽക്കൈയും നേടുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ എത്രയും വേഗം പൂർത്തിയാക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരസ്യമായി പ്രതികരിക്കാൻ നേതാക്കൾ തയ്യാറായില്ല. രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ അത് നിഷേധിക്കുകയും ചെയ്തു. അതേസമയം ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും കോൺഗ്രസ് സുസജ്ജം എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പാർട്ടി മുന്നോട്ട് പോവുകയാണ്. പ്രധാനമായും ഈ നിലമ്പൂർ സീറ്റിൽ ആര്യാടൻ ഷൗക്കത്ത് കൂടി അവകാശവാദം ഉന്നയിച്ച സാഹചര്യമുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യം അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. പക്ഷേ പിന്നീട് അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും നിലവിൽ കോൺഗ്രസിന്റെ അകത്ത്, പ്രത്യേകിച്ച് UDFന്റെ അകത്ത് ഇക്കാര്യത്തിൽ മറ്റ് ആശയക്കുഴപ്പങ്ങളിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നാണ് വിവരം ഉള്ളത്. അതുകൊണ്ട് തന്നെ VS ജോയി തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്യാം. താങ്ക് യു നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എങ്ങനെയാണ് നിലമ്പൂരിലെ മത്സര സാധ്യത എന്ന് നമുക്കൊന്ന് നോക്കി വരാം. നിലമ്പൂരിൽ VS ജോയി തന്നെയായിരിക്കും UDFന്റെ സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. തത്വത്തിൽ നേതാക്കൾക്കിടയിൽ ഒരു ധാരണയായിട്ടുണ്ട് എന്നാണ് അഹമ്മദാബാദിൽ നിന്നും നോബൽ മാരിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നത്. VS ജോയി നിലവിൽ DCC പ്രസിഡന്റാണ്. ഏറെക്കാലമായി DCC പ്രസിഡന്റ് എന്ന ചുമതലയിൽ ഇരിക്കുന്നു. DCC പ്രസിഡന്റ് എന്ന നിലയിൽ നന്നായുള്ള പെർഫോമൻസ് ആണ് VS ജോയിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തുണയായി തീർന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ VS ജോയിയെ സംബന്ധിച്ച് ഗുണകരമായി വന്നു. ഒന്ന്, DCC പ്രസിഡന്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം, പാർട്ടിയിലെ വിവിധ നേതാക്കളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം. ഇതുകൂടാതെ പാർട്ടിക്ക് പുറത്ത് മുന്നണിയിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗുമായിട്ടുള്ള നല്ല ബന്ധം VS ജോയിക്കുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്പർ 3, PV അൻവർ, നിലമ്പൂരിലെ ex-MLA PV അൻവർ അദ്ദേഹത്തിന്റെ MLA പദം ഒഴിയുന്ന വേളയിൽ തന്നെ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി VS ജോയി ആയിരുന്നു. അപ്പോൾ VS ജോയിയാണ് മത്സരിക്കുന്നതെങ്കിൽ 10 മടങ്ങിലധികം വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന മട്ടിലാണ് PV അൻവർ കാര്യങ്ങൾ പ്രതികരിച്ചത്. അപ്പോൾ PV അൻവറിന്റെ പിന്തുണയും ആ അർത്ഥത്തിൽ VS ജോയിക്കുണ്ട്. VS ജോയിയാണ് UDFന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ UDF സ്ഥാനാർത്ഥിയായി പരിഗണിച്ചതിൽ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ ആര്യാടൻ ഷൗക്കത്തായിരുന്നു. കഴിഞ്ഞ തവണ ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചതാണ്. PV അൻവരോട് പരാജയപ്പെട്ടു. ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെയാണെങ്കിൽ മറുപക്ഷത്തേക്ക് എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. CPM-ഉം ഇടതുമുന്നണിയും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ആര്യാടൻ ഷൗക്കത്ത് LDF-ലേക്ക് എത്തിയാൽ ആര്യാടൻ ഷൗക്കത്തിനായിരിക്കും നറുക്കു വീഴുക. എങ്ങനെയാണോ പാലക്കാട് സരിനെ മത്സരിപ്പിച്ചത് അതേപോലെ ആര്യാടൻ ഷൗക്കത്തിന് LDF-ൽ നറുക്കു വീഴും. ഇനി ആര്യാടൻ ഷൗക്കത്ത് LDF-ൽ മത്സരിക്കുന്നില്ലെങ്കിൽ VS ജോയിയാണ് UDF സ്ഥാനാർത്ഥിയെങ്കിൽ നിലവിൽ മറ്റു 2 സാധ്യതകളാണ്. ഒന്ന്, ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ഷെറോണ റോയ്, മറ്റൊന്ന് DYFIയുടെ ജില്ലാ പ്രസിഡന്റ് P ഷബീർ എന്നിവരെ ആണ് ഇപ്പോൾ പരിഗണിക്കാൻ പോകുന്നത്. എന്നാൽ ഇനി VS ജോയിയുമല്ല ആര്യാടൻ ഷൗക്കത്തുമല്ല നിലമ്പൂരിൽ വരുന്നതെങ്കിൽ അതിന്റെ സാധ്യത വെറും 5% താഴെ മാത്രമാണ്. മുതിർന്ന സംസ്ഥാന നേതാക്കൾ കളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ സ്വരാജിനെ മത്സരിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയാണ്. നിലവിൽ VS ജോയി DCC പ്രസിഡന്റ് UDF സ്ഥാനാർത്ഥിയാകുമെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് LDF-ലേക്ക് എത്തില്ല. ആര്യാടൻ ഷൗക്കത്ത് LDF സ്ഥാനാർത്ഥിയാവും. അതല്ലെങ്കിൽ P ഷബീർ, അതല്ലെങ്കിൽ ഷെറോണ റോയ് എന്നതാണ് നിലവിലത്തെ സാധ്യത.